അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ റമദാൻ അടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി കുറച്ച് നാളുകൾ കൂടിയിട്ടുള്ളൂ. അതിനു മുമ്പായിട്ട് പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാൻ മാസം എന്ന് പറയുന്നത്. ആ റമദാൻ മാസം ഖുർആൻ കൊണ്ട് തന്നെ ധാരാളം നന്മകൾ നമുക്ക് കരസ്ഥമാക്കാൻ പറ്റുന്ന ഒരു മാസമാണ് പരിശുദ്ധമായ റമദാൻ മാസം എന്ന് പറയുന്നത്. ആ മാസത്തില് അറബി അക്ഷരങ്ങൾ തൊട്ട് കൂട്ടക്ഷരങ്ങൾ തൊട്ട് അങ്ങനെ അങ്ങോട്ട് പോയി നമ്മളിപ്പോ സ്വന്തമായി കൂട്ടി വായിക്കാൻ പറ്റുന്ന സീരീസിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന. സീരീസിന്റെ പേര് അറിയാലോ, എന്താണത്? ടാർഗറ്റ് റമദാൻ. അതില് കഴിഞ്ഞ വീഡിയോ നമ്മൾ മദ്ദിന്റെ വാവാണ് പഠിച്ചത്. അറബി ഭാഷയിൽ 29 അക്ഷരങ്ങൾക്കും മദ്ദിന്റെ വാവ് വരുമ്പോൾ എങ്ങനെ വായിക്കണം എന്നുള്ളതാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയത്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് മദ്ദിന്റെ വാവ് കൂട്ടക്ഷരത്തിൽ വരുമ്പോൾ എങ്ങനെ വായിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ബാബുൽ ഇൽമിന്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റാഷിദ് അൽ റുഹാനി. മദ്ദിന്റെ വാവിന്റെ ചെറുതായിട്ട് ഞാനൊന്ന് നിങ്ങൾക്ക് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാണ്. ഇപ്പോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മദ്ദിന്റെ അലിഫ്, മദ്ദിന്റെ യാ, മദ്ദിന്റെ വാവ്, അതിലെ മദ്ദിന്റെ വാവാണ്. മദ്ദിന്റെ വാവിന്റെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഞാനൊന്ന് പറയുകയാണ്. ഉദാഹരണത്തിന് വാവ് ലൊമ്മ് വു എന്നേ നമുക്ക് വായിക്കാൻ പറ്റുള്ളൂ. എനിക്കിപ്പോ ഈ വൂവിനെ നീട്ടണം, ഊ എന്ന് എനിക്ക് നീട്ടാനായിട്ട് വകുപ്പുണ്ടെങ്കിൽ അത് മദ്ദിന്റെ വാവിലൂടെയാണ് നമുക്ക് സാധിക്കുക. എക്സാമ്പിൾ ആയിട്ട് ഞാനിവിടെ ഒരു ആദ്യത്തെ അക്ഷരമായിട്ടുള്ള ഒരു ബായിനെ ഞാൻ എടുക്കുകയാണ്. എനിക്ക് ബാ ലൊമ്മ് ബു എന്നുള്ളതിന് എനിക്ക് നീട്ടണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു സുക്കൂനുള്ള വാവിട്ട് കൊടുത്താൽ മതി. ഇവിടെ സുക്കൂനുള്ള വാവിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് നീട്ടാൻ പറ്റും ബൂ. അതായത് ലൊമ്മിനെ നീട്ടാനായിട്ടാണ് സുക്കൂനുള്ള വാവിനെ ഉപയോഗിക്കുന്നത്. ഫത്ഹിനെ നീട്ടാനായിട്ട് മദ്ദിന്റെ അലിഫ്, കെസറിനെ നീട്ടാനായിട്ട് മദ്ദിന്റെ യാ, ലൊമ്മിനെ നീട്ടാനായിട്ട് മദ്ദിന്റെ വാവ്. കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചെറിയൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇതിന്റെ മുമ്പത്തെ സീരീസ് ഒരു 4 വീഡിയോസ് ഒക്കെ നിങ്ങളൊന്ന് കണ്ടാൽ മദ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഒരു കൺഫ്യൂഷനും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ മദ്ദിന്റെ വാവ് കൂട്ടക്ഷരത്തിൽ വരുമ്പോൾ എങ്ങനെ വായിക്കാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നൂഹു നീട്ടിയത് കണ്ടോ? നൂഹു, നുഹു എന്നാണോ വായിച്ചേ? അല്ല, നൂഹു. നൂൻ വാവ് ലൊമ്മ് നൂ, ഹ ലൊമ്മ് ഹു, നൂഹു നൂഹു. തൂബൂ, 2 സ്ഥലത്തും മദ്ദിന്റെ വാവ് കണ്ട. സ്കൂളിലെ വാവിന് മുൻപ് ലൊമ്മ്, സ്കൂളിലെ വാവിന് മുമ്പ് ലൊമ്മ്. തൂബൂ, തുബൂ എന്ന് വായിക്കരുത്, ശ്രദ്ധിക്കണേ. താ വാവ് ലൊമ്മ് തൂ, ബാ വാവ് ലൊമ്മ് ബൂ, തൂബൂ. അതേപോലെ തന്നെ നമ്മളെ വീഡിയോസ് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും താഴത്ത് കമന്റ് ചെയ്യണം. നിങ്ങളെ കമന്റാണ് എൻ്റെ എനർജി എന്ന് പറയുന്നത്. നിങ്ങൾ വെറുതെ കണ്ടിരിക്കരുത്. നിങ്ങൾക്ക് ഇതിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രയോജനപ്പെട്ടു, നിങ്ങൾക്ക് ഫീൽ ചെയ്തത് എന്താണ് ഈ സീരീസ് കൊണ്ടിട്ട് നിങ്ങൾ പറയണം. അത് താഴത്ത് നിർബന്ധമായിട്ടൊന്ന് കമന്റ് ചെയ്യുക. അതെൻ്റെ എനർജി കൂട്ടുക തന്നെ ചെയ്യും. അപ്പോൾ മദ്ദിന്റെ വാവ് നൂറു, നൂറു. നൂൻ വാവ് ലൊമ്മ് നൂ, റാ ലൊമ്മ് റു, നൂറു. യൂഹി, യാ വാവ് ലൊമ്മ് യൂ, ഹാ യാ കസർ ഹീ, യൂഹി. ഇതിൽ മദ്ദിന്റെ യാ വന്നിരിക്കുന്നതുണ്ടോ? സുക്കൂനുള്ള യാന് മുമ്പ് കസർ വന്നിട്ടുണ്ട്. യഖൂമു, യഖൂമു, യാ ഫത്ഹ യാ, ഖാഫ് വാവ് ലൊമ്മ് ഖൂ, യഖൂ, മീം ലൊമ്മ് മു, യഖൂമു, യഖൂമു. തകൂനു, തകൂനു, കാ ഫത്ഹ ത, കാഫ് വാവ് ലൊമ്മ് കൂ, തകൂ, നൂൻ ലൊമ്മ് നു, തകൂനു, തകൂനു. ഹാറൂനു, ഹാറൂനു, ഹാ അലിഫ് ഫത്ഹ ഹാ, മദ്ദിൽ അലിഫ്, റാ വാവ് ലൊമ്മ് റൂ, ഹാറൂ, നൂൻ ലൊമ്മ് നു, ഹാറൂനു, ഹാറൂനു. ഖാറൂനു, ഖാറൂനു, ഖാഫ് അലിഫ് ഫത്ഹ ഖാ, റാ വാവ് ലൊമ്മ് റൂ, ഖാറൂ, നൂൻ ലൊമ്മ് നു, ഖാറൂനു. റാജിഊന, റാജിഊന, റാ അലിഫ് ഫത്ഹ റാ, ജീം കസർ ജി, റാജി, ഐൻ വാവ് ലൊമ്മ് ഊ, റാജിഊ. നൂൻ ഫത്ഹ ന,
റാജിഊന. അപ്പോൾ മദ്ദിന്റെ വാവ് കൂട്ടക്ഷരത്തിൽ വരുമ്പോൾ എങ്ങനെ വായിക്കണം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത്. അടുത്ത എപ്പിസോഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ്. കാരണം മദ്ദിന്റെ അലിഫ്, മദ്ദിന്റെ യാ, മദ്ദിന്റെ വാവ്, ഇത് മൂന്നും ഒരുമിച്ച് വരുമ്പോൾ എങ്ങനെ വായിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ അടുത്ത വീഡിയോസ് ചെയ്യാനായിട്ട് പോകുന്നത്, അടുത്ത വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമ്മളെ ബാബുൽ ഇൽമിൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് നിങ്ങൾ ഇതുവരെയായിട്ട് ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്യുക. ചെറിയ ചെറിയ നോട്ട്സ് ആയിട്ട് നിങ്ങൾക്ക് പല വീഡിയോസും റീൽസൊക്കെ നിങ്ങൾക്ക് കിട്ടും. ബാബുൽ ഇൽമിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. വാട്സപ്പ് ഫാമിലി ഗ്രൂപ്പാണ്. നമ്മളെ ഫാമിലി അംഗങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണ് ഫാമിലി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലും നമ്മളുടെ അപ്ഡേഷൻസും കാര്യങ്ങളും എല്ലാം തന്നെ ഡെയിലി ലഭിക്കുന്നതാണ്. ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പുണ്ട്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിച്ച് പഠിക്കാൻ പറ്റുന്ന ടെലഗ്രാം ഗ്രൂപ്പുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ചെറിയ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ലഭിക്കും. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് സംശയങ്ങൾ ചോദിച്ച് പഠിക്കാനായിട്ട് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഇതേപോലുള്ള പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോസുമായിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.